ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛന് ഇപ്പോഴത്തെ സമൂഹത്തോട് പറയാനുള്ള 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ 5 അഡ്വൈസസ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറയോടല്ല, ഇപ്പോഴത്തെ സമൂഹത്തോട്? അത് ആത്മീയം മാത്രമല്ല ജോ, അച്ഛൻ സൈക്കോളജി പഠിച്ച ആളാണ്. അപ്പോൾ സൈക്കോളജിയും ആത്മീയങ്ങളും മിക്സ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അവയ്ക്ക്. ഒന്നാമതായിട്ട്, നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധങ്ങളെ വളർത്തുക. ക്വാളിറ്റി ടൈം കുടുംബാംഗങ്ങളോടുകൂടി ചെലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ, എളിമപ്പെടലിൻ്റെ സംസാര ശൈലികൾ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സ്വകാര്യതയിലേക്ക് സോഷ്യൽ മീഡിയയുടെ നുഴഞ്ഞുകയറ്റം ഒഴിവാക്കുക. മൊബൈൽ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും അമിത പ്രസരണം നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യതയെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട്, സാമൂഹ്യ ബന്ധങ്ങൾക്ക് വേണ്ടുന്ന ആനുപാതികമായ പ്രാധാന്യം കൊടുക്കുക, വ്യക്തിബന്ധങ്ങളെ വളർത്തുക. മൂന്നാമതായിട്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളെ, വെല്ലുവിളികളെ, ജീവിത പരാജയങ്ങളെ എല്ലാം നേരിടാനുള്ള കരുത്ത്, മാനസികമായ ശക്തി ഫെസിലിറ്റേറ്റ് ചെയ്യുക, വളർത്തുക, പരിപോഷിപ്പിക്കുക. നാലാമതായിട്ട്, നമ്മുടെ സമൂഹത്തിൽ ധാരാളം ധൂർത്തുകൾ, ആഡംബരങ്ങൾ, വിവാഹത്തോടും അതോടുപോലെയുള്ള ആഘോഷ വേളകളിൽ ധാരാളം ധൂർത്തുകളുണ്ട്. ഇത് സാമ്പത്തിക ബാധ്യതയിലേക്ക്, കടക്കെണിയിലേക്ക് പല കുടുംബങ്ങളെയും തള്ളിവിടാറുണ്ട്. വ്യർത്ഥമായ അഭിമാനവും താരതമ്യവും എല്ലാം ഇത് തങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ് എന്ന രീതിയിൽ അനാവശ്യമായ ധൂർത്തുകൾ നടത്തുകയും തുടർന്ന് സാമ്പത്തിക കെണികളിൽ, സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവസാനമായി, നമ്മുടെ കുടുംബങ്ങളിൽ ഗ്രാൻഡ് പേരൻസും പേരക്കിടാങ്ങളും തമ്മിൽ സംഗമിക്കാനുള്ള വേദികൾ ഒരുക്കുക. അത് പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ എറിക്സന്റെ വീക്ഷണത്തിൽ അത് ഗ്രാൻഡ് പേരൻസിന്റെ ലൈഫിലും അതോടൊപ്പം വളർന്നു വരുന്ന തലമുറയുടെ ജീവിതത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ചിന്തകൾ നമ്മുടെ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന് ഇടയാകട്ടെ, നമ്മുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തുന്നതിന് ഇടയാകട്ടെ. നന്ദി.